പടിപ്പുര വീട് വരുന്നുണ്ട്, അമരാവതി വരുന്നുണ്ട്, കഴിഞ്ഞ സാന്ത്വനം പരസ്പരത്തിലെ ഫാമിലി, കടമറ്റത്ത് കത്തനാരി വരെ വന്നിട്ടുണ്ട്, കളിയങ്കാട്ട് നീലി, അവർക്കൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇപ്പൊ റിയൽ ലൈഫിൽ എങ്ങനെയാ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ആളാണോ? ഒരു പരിധി വരെ ക്ഷമിച്ചു നോക്കും, ഇപ്പൊ റിയാക്ട് ചെയ്യും. താനാ ചെയ്താൽ ശരിയല്ലടോ. കോമഡി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. നമ്മളവിടെ ചെയ്യുന്ന ഒക്കെ സീരിയസ് ആ, പറയുന്ന കോമഡി ആയി പോകുന്നതാണ്. എനിക്ക് ഇപ്പോഴും അറിയില്ല കോമഡി ചെയ്യാൻ എന്നുള്ളതാണ്. ആദ്യത്തെ ഷെഡ്യൂൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സീരിയലിൽ അഭിനയിക്കുന്നവർ ഇവിടെ അഭിനയിക്കല്ലേ എന്ന്. നമുക്കിവിടെ റിയാലിറ്റി ആയിട്ടാണ് അഭിനയിക്കുന്നത്, അത് സീരിയലിൽ അഭിനയിക്കുന്ന കുറച്ച് ഡ്രാമാറ്റിക് ആവരുത്. പിന്നെ ഓക്കെ, ഇവരെന്താ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. രൂപ ചേച്ചിക്ക് ആദ്യമേ എന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് കേട്ടില്ല. മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജീവനോണ്ട് കൊണ്ടോക്ക എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. ചന്ദനമഴ പാർട്ട് 2 വരുവാണ്. ഇപ്പൊ എന്തായാലും പോകും ഉറപ്പായിട്ടും. കാരണം ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഞാനേ ചെയ്യുള്ളൂ. 5-6 വർഷം മുമ്പുള്ള ഒരു സീരിയല് വീണ്ടും വൈറലാവുന്നു. മറ്റൊരു സീരിയലിനും കിട്ടാത്തത്ര ആക്സെപ്റ്റൻസ് കിട്ടുന്നു. ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ചന്ദനമഴ സീരിയലിനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഈ സീരിയലിലെ വില്ലത്തിയായിട്ടുള്ള വർഷയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം ഷാലു കുര്യൻ. താങ്ക് യു. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. എന്താണ് ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഫുൾ ചന്ദനമഴ മയമാണ്. വർഷ, അമൃത, ഫുൾ ദേശായി ഫാമിലി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുവെന്നൊക്കെ. ആദ്യം ദേശായി ഫാമിലി ആയിരുന്നു. ഇപ്പൊ പടിപ്പുര വീട് വരുന്നുണ്ട്, അമരാവതി വരുന്നുണ്ട്, അതൊക്കെ മറ്റേ കഴിഞ്ഞ സാന്ത്വനത്തിന്റെ അവരുടെ ഫാമിലി, പടിപ്പുര പരസ്പരത്തിലെ ഫാമിലി, പിന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തീർന്ന കടമറ്റത്ത് കത്തനാരി വരെ വന്നിട്ടുണ്ട്, കളിയങ്കാട്ട് നീലി, അവർക്കൊക്കെ ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. ഇപ്പൊ ഒരു ട്രെൻഡ് ആയല്ലേ പഴയ സീരിയല്. പക്ഷെ എനിക്കൊന്ന് ചന്ദനമഴയുടെ മറികടക്കാൻ വേറൊരു സീരിയൽ പറ്റിയിട്ടില്ലേ? ശരിക്കും അങ്ങനെ അന്ന് ഈ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ വിചാരിച്ചിരുന്നു ഇന്നിങ്ങനെ ഇത്രയും വർഷത്തിന് ശേഷം ഇങ്ങനെ ആവും, അതായത് ഇത്രയും കാലത്തിന് ശേഷം ആൾക്കാർ ഓർത്തിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു. ക്യാരക്ടർ ഓർത്തിരിക്കും എന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം ഇപ്പം മറ്റേ നമ്മുടെ അർച്ചനയ്ക്കൊക്കെ കിട്ടിയ പോലെ ഗ്ലോറി എന്ന് പറഞ്ഞ കഥാപാത്രം, ഇപ്പോഴും ഗ്ലോറി അർച്ചന എന്ന് പറഞ്ഞ പുള്ളിക്കാരി അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞ പോലെ വർഷ, ഇപ്പോഴും എന്റെ പേര് വർഷ എന്ന് തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്നെ വർഷ എന്ന് വിളിക്കാനേ തോന്നുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത്, ഇൻഡസ്ട്രിയിലുള്ളവർ പോലും. അപ്പൊ ആ ക്യാരക്ടർ എന്തായാലും മറക്കില്ല എന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ വരുമെന്ന് വിചാരിച്ചില്ല. ആ സമയത്ത് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അന്നേ ഇത് വൈറലാവേണ്ട സമയം കഴിഞ്ഞു. ഉറപ്പായിട്ടും. ഇപ്പൊ നമ്മൾ ഈ സീരിയലിൽ ഓരോ ക്ലിപ്പുകൾ ഇങ്ങനെ വരുമല്ലോ, അപ്പൊ അതിന്റെ താഴത്തെ കമന്റ്സ് എടുത്ത് നോക്കി കാണാം, വർഷ അന്ന് അങ്ങനെയാണ് ചെയ്തത്, അമൃത ഇങ്ങനെയാ ചെയ്തത്. അപ്പൊ ആ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ക്യാരക്ടറും ആ ഒരു സ്റ്റോറിയും ഒക്കെ ഇപ്പോഴും ഓർമ്മ ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം അന്ന് ഇപ്പൊ എല്ലാരും എന്റെ അടുത്ത് ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് എന്നെ തെറ്റിദ്ധരിച്ച എന്റെ പേരിൽ വർഷ അന്ന് ഭയങ്കര ക്രൂരയായിരുന്നു എന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്. പക്ഷെ ഇന്ന് വർഷയായിരുന്നു ശരി എന്നുള്ളത് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലാ കമന്റ് സെക്ഷനിലും കാണാൻ പറ്റും. എന്റെ ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇട്ട ഇൻസ്റ്റാഗ്രാം ഏത് പോസ്റ്റിന്റെ അടിയിലാണെങ്കിലും അതിനകത്ത് മുഴുവൻ ദേശായി ഫാമിലിക്കാരും അല്ലാത്ത ആൾക്കാരും വന്നിട്ട് ക്ഷമ ചോദിക്കലാണ് പരിപാടി. ദേശായി ഫാമിലിക്കാരെ ക്ഷമ ചോദിക്കുന്നില്ല, അവര് ക്യാരക്ടറായിട്ട് തന്നെ ജീവിക്കുകയാണ് ഓരോ അക്കൗണ്ടും. അല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ കമന്റ് ചെയ്യുമ്പോഴത്തേന് ഇതാണ് ക്ഷമ ചോദിക്കുന്നു, അന്ന് തെറ്റിദ്ധരിച്ചതിൽ എന്നും പറഞ്ഞിട്ട്, അന്ന് വർഷ വില്ലത്തിയായിരുന്നു, ഇന്ന് വർഷ നായികയായിരുന്നു എന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ് ചെയ്യുന്നത്. ഫ്രണ്ട്സും ഫാമിലിയൊക്കെ എന്താ പറയാറ് ഇത് കാണുമ്പോൾ? വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അതായത് ഇപ്പോഴും സ്റ്റിൽ നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽ ഇത് കാണുമ്പോൾ. അതായത് സീരിയൽ നിർത്തിയിട്ട് കുറച്ച് വർഷം ആണെങ്കിലും ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കാന്ന് പറയേണ്ടി വരും അല്ലേ? അതില് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉള്ള എന്റെ ഫാമിലിയിൽ, അതായത് അമ്മമാർക്കും അച്ഛന്മാർക്കും, അതായത് അദ്ദേഹത്തിന്റെ എന്റെയും പാരന്റ്സിനൊന്നും അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്നുമില്ല. അവരൊക്കെ ഇപ്പോഴും FB കാലഘട്ടത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അവര് പക്ഷെ ഇത്രയും ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഈ സംഭവം വൈറലാവുന്നത്. അവരൊന്നും അത്രയ്ക്ക് ഇത് അറിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത്, ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ള അറിയുന്നത്. പക്ഷെ എന്റെ കസിൻസ് അങ്ങനെയുള്ളവരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞല്ലോ, അതായത് അന്ന് എന്ന് വെച്ച് കഴിഞ്ഞാല് അമൃതയുടെ ക്യാരക്ടർ അമ്മായിമ്മ പറയുന്നതൊക്കെ കേട്ട് നിൽക്കുന്ന ക്യാരക്ടർ, വർഷയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ഒരു ഉരുളക്കുപ്പേരി പോലെ മറുപടി. അപ്പൊ എല്ലാരും പറഞ്ഞ ഇന്ന് വർഷയാണ് ശരി. പക്ഷെ അന്ന് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ നെഗറ്റീവായിട്ട് കണ്ടിരുന്നു. അങ്ങനെ പറയുമ്പോ എന്താ തോന്നാറുള്ളത്? അന്ന് ആരെങ്കിലും അങ്ങനെ ചീത്ത പറയോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? പറയുന്നല്ല, ആക്ച്വലി ആ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു പെൺകുട്ടിയാണ്. സ്വന്തം മോൾക്ക് ആ വീട്ടിൽ സ്ഥാനം വേണം, വീട്ടില് വേലക്കാരിനെ പോലെ കണ്ട കുട്ടി അവർക്ക് വലിയ സ്ഥാനം കിട്ടുന്നു അവിടെ. അപ്പൊ എന്റെ മോക്ക് സ്ഥാനമൊന്നും ഇല്ല എന്നുള്ള അമ്മയുടെ കോംപ്ലക്സിന്റെ പുറത്താണ് എന്നെ അവിടെ സ്ക്രൂ ചെയ്ത് എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു സെന്റിമെന്റ്സ് എപ്പോഴും ഉണ്ടായിരുന്നു എന്റെ ക്യാരക്ടറിന്. അമ്മയുടെ വാക്ക് കേട്ടിട്ട് ചലിക്കുന്ന പാവയാണ്. പിന്നെ ഈ കോളേജിലൊക്കെ പോയ കുട്ടിയാണ്. അപ്പൊ കുറച്ചും കൂടെ
ഒരു സംസാരത്തിലും ഒക്കെ ആറ്റിറ്റ്യൂഡും ഉണ്ടാവും. അപ്പൊ അത് ഇഷ്ടമില്ലാത്ത കാണുമ്പോൾ പ്രതികരിക്കുന്നതാണ്, അന്നും പ്രതികരിക്കുന്നത്. അതിപ്പോ എവിടെ ആണെങ്കിലും പ്രതികരിക്കും എന്നുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ. അന്ന് ആൾക്കാർ ഇത് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ പാവം കുട്ടികളോട് കുറച്ച് സെന്റിമെന്റ്സ് കാണുന്ന പ്രേക്ഷകർ, സീരിയൽ കാണുന്ന പ്രേക്ഷകർക്ക് ഒരു ഇഷ്ടം ഉണ്ടാവും. അങ്ങനെ ഒരു ഇഷ്ടം അവളോടുണ്ടായിരുന്നു. അതായത് കുറച്ചൊരു, അതായത് കാണുന്നവർക്ക് ഇഷ്ടാവുന്ന പോലെ കുറച്ച് കുറുമ്പൊക്കെയുള്ള ക്യാരക്ടർ. ആ ക്യാരക്ടറിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകം ഒരു പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും നടത്തിയിരുന്നു? അതായത് ഇല്ല, അങ്ങനെ ആ ക്യാരക്ടർ ആക്ച്വലി ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച ഒരു ക്യാരക്ടറാണ്. അതിന്റെ ഹിന്ദി ഞാൻ കണ്ടിട്ടുണ്ട്, സാത് നിഭാന സാത്യ എന്ന് പറഞ്ഞ ഹിന്ദി ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ഹിന്ദി കാണുമ്പോഴൊന്നും ചന്ദ്രമഴ ഭാവിയിൽ ചെയ്യുമെന്ന് പോലും ഒരു ഉറപ്പുമില്ല. അന്നൊരു സീരിയൽ പോലും ഇല്ല അങ്ങനെ. ചന്ദ്രമഴ എന്ന് പറഞ്ഞ സീരിയൽ വരുമെന്ന് പോലും അറിയില്ല, ഞാൻ അഭിനയിക്കുമെന്ന് അറിയില്ല. സാത് നിഭാന സാത്യ ഒക്കെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഡിഗ്രി കാലഘട്ടത്തിലാണ്. അന്ന് എനിക്ക് ഹിന്ദിയും പ്രോപ്പറായിട്ട്, ഇപ്പോഴും വലിയായിട്ട് അറിയില്ല, എന്നാലും അന്ന് ഒട്ടും അറിയില്ല. പക്ഷെ നമുക്ക് ഈ സീൻസ് കാണുമ്പം നമുക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത്, എന്താ സംസാരിക്കുന്നത് എന്നുള്ള ഏകദേശം ധാരണയുണ്ട്. പിന്നെ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പോയി ചോദിക്കും, തലേദിവസത്തെ എപ്പിസോഡിൽ അവരെന്താ, ആ സീനിൽ അവരെന്താ പറഞ്ഞത് എന്നൊക്കെ ചോദിച്ചു. അത്ര അഡിക്റ്റീവായിട്ട് ആ സീരിയൽ ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ സാത് നിഭാന സാത്യ എന്ന് പറയുന്ന സീരിയൽ ഞങ്ങൾക്കിടയിൽ ഭയങ്കര ഹിറ്റായിരുന്നു. പുറമേ ഹിറ്റായിരുന്നു എന്നുള്ളത് പിന്നെ ഭാവിയിലാണ് അറിഞ്ഞത്, അന്നേരം അറിയില്ലായിരുന്നു. അപ്പൊ അന്ന് ഈ ക്യാരക്ടറിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഈ പറയുന്ന രാശി ക്യാരക്ടർ, എൻ്റെ ക്യാരക്ടർ അതിനകത്ത് ഹിന്ദിയിൽ ചെയ്ത രാശി എന്നാണ്. ആ ക്യാരക്ടറിനോട് ഇഷ്ടം ഉണ്ടായിരുന്നു. അപ്പൊ അത് പല സീൻസും ചെയ്യുമ്പം എവിടെയോ അറിയാതെ തോന്നിയിട്ടുണ്ട്, ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു. അത് ഈ ചെയ്യാൻ പറ്റിയിരുന്നെന്ന് വെച്ചാൽ ഭാവി ചെയ്യുന്നല്ല, ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരുന്നായിരിക്കും അതിന് റിയാക്ഷൻ കൊടുക്കുക, അല്ലെ ഇങ്ങനെ ആയിരിക്കും ചെയ്യുക എന്ന് എനിക്ക് സ്വയം ഉള്ളിൽ എവിടൊക്കെയോ തോന്നുമായിരുന്നു. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ഭാവിയിൽ സംഭവിച്ചു, ദൈവം കൊണ്ട് തന്നു എന്നുള്ളതാണ്. ആഗ്രഹിച്ച ക്യാരക്ടറിനെ ചെയ്യാൻ പറ്റിയില്ലേ? അതെ, നമ്മള് പറയത്തില്ലേ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ലോകം കൂടെ നിൽക്കും എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞു എനിക്കത് പല കാര്യങ്ങളും, ഇത് മാത്രമല്ല പല കാര്യങ്ങളും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ എവിടേക്കോ ആഗ്രഹിച്ച കാര്യങ്ങൾ ഭാവിയിൽ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ടുണ്ട്. ശരിക്കും ആ നോർത്ത് ഇന്ത്യൻ സീരിയല് കറക്റ്റ് അതുപോലെയായിരുന്നു മലയാളത്തിലേക്ക് വരുമ്പോ? തുടക്കത്തിലെ കുറെ സീൻസ് അങ്ങനെ അവിടുത്തെ കണ്ടന്റുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇപ്പൊ അത് പലതും ട്രോൾ താളിച്ച മോര്, പിന്നെ ഗോൾഡ് ഇട്ടിട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത്, അതൊക്കെ അവിടുത്തെ സീൻസ് ആയിരുന്നു. പല സീൻസും, ആദ്യത്തെ കുറെ സീൻസ് ഒക്കെ അവിടുത്തേതാണ്. അത് ഇവിടെ നമ്മുടെ ഒരു മലയാളി ഫാമിലിയാണ് അത് ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ആൾക്കാർ അത് അന്നേ ട്രോൾ അടിക്കും എന്നുള്ളത് കൊണ്ടാണ് സാറിനോട് ഞാൻ സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ നോർത്ത് ഇന്ത്യൻ ഫാമിലിനെ കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത്. നോർത്ത് ഇന്ത്യൻ ഫാമിലി ആകുമ്പോൾ അവർക്ക് അതിനകത്ത് പൂജയുണ്ട്, ഇതുപോലത്തെ കുറെ ആചാരങ്ങൾ, മലയാളികൾക്ക് അത്ര സുപരിതമല്ലാത്ത കുറെ ആചാരങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ കുറെ ആ ഫാമിലിക്ക് ഒരു റൂളുണ്ട്. അത് ഈ പുറത്ത് മലയാളി ഫാമിലിക്ക് ഇല്ലാത്ത പല റൂൾസും നോർത്ത് ഇന്ത്യൻ ഫാമിലിക്ക് ഉണ്ട് എന്നുള്ളത് സ്ഥാപിച്ചെടുക്കായിരുന്നു ഒരു സീരിയൽ വഴി. അപ്പൊ കൂടുതൽ നമുക്ക് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ പറ്റത്തില്ല, അയ്യോ ഇതൊക്കെ ഏതെങ്കിലും വീട്ടിൽ നടക്കുന്നതാണോ, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഉണ്ട്, ഞങ്ങൾ നോർത്ത് ഇന്ത്യൻ ഫാമിലീസ് ഇങ്ങനെയാണ്, ഞങ്ങൾ ദേശായി ഫാമിലി ഇങ്ങനെയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ ലുക്ക് വൈസ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു അതുവരെയുള്ള സീരിയലിലൊന്നും ഇതുപോലത്തെ നിങ്ങളുടെ മേക്കപ്പ് ആണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. അതിനകത്ത് ഏറ്റവും സിമ്പിൾ ക്യാരക്ടർ ഞാനായിരുന്നു. ബാക്കി എല്ലാവരും ഇപ്പൊ അമ്മായിമ്മയാണെങ്കിലും അമൃതയാണെങ്കിലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം മേക്കപ്പും എല്ലാവരും മേക്കപ്പ് എന്നല്ല ഓർണമെന്റ്സും കോസ്റ്റ്യൂംസും എല്ലാം ശ്രദ്ധിച്ചിരുന്നു. ആക്ച്വലി എന്റെ ക്യാരക്ടറും അതുപോലെ കുറച്ച് ഇതാവണം എന്നായിരുന്നു. പക്ഷേ എനിക്ക് ഈ ഓർണമെന്റ്സ് ഒത്തിരി വാരി വലിച്ചിടുന്നതിനോട് എനിക്ക് പേഴ്സണലി അത്ര താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചു, എല്ലാവരും ഇങ്ങനെയല്ലേ ഇടുന്നത്, അപ്പോൾ ഓഡ് വൺ ഔട്ടായിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ചുരിദാറും ഒരു പോണിറ്റെയിലും അങ്ങനെ. പിന്നെ ഈ പറയുന്ന ആഘോഷം സീൻസ് വരുമ്പോൾ മാത്രമാണ് കുറച്ചെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർണമെന്റ്സോ കോസ്റ്റ്യൂംസോ ഒക്കെ മാറുന്നത്. ഈ ട്രോൾസിൽ വരുന്നുണ്ടല്ലോ വർഷ താളിച്ച് ഉറപ്പായിട്ട് എനിക്ക് അന്ന് തൊട്ടേ എനിക്ക് ട്രോൾസ് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്യാത്ത നല്ല നല്ല ട്രോൾസ് ഒക്കെ ഉണ്ട്. കുറെ ട്രോളേഴ്സ് ഉണ്ടായിരുന്നു അന്ന്, ഇപ്പോഴും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അന്നൊക്കെ ഉബൈദ് ഇബ്രാഹിം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ട്രോളറൊക്കെ ഉണ്ടായിരുന്നു, നല്ല രസ പുള്ളിയുടെ ട്രോള് കാണാൻ വേണ്ടി അന്നത്തെ. ഇപ്പൊ എനിക്ക് അറിയത്തില്ല ഇപ്പോഴും. പക്ഷെ ഈ ട്രോൾസ് ഉണ്ടാക്കുന്നതിൽ ആൾക്കാരൊക്കെ ഭയങ്കര മെനക്കെട്ട് സമയം കണ്ടെത്തി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാത്ത ട്രോൾസ് ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. ചിലതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യാറുമുണ്ട്. അല്ല, ഈ പറഞ്ഞ ഈ താളിച്ച മോരും അതുപോലെ അമൃത ഗോൾഡ് ഇട്ട് കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര വൈറലായിരുന്നു. ഇപ്പൊ നമ്മൾ ഈ ട്രോളുകൾ തന്നെ, അതായത് സീരിയൽ ട്രെൻഡിങ്ങിലാണെങ്കിലും ഒരു സൈഡിൽ കുറെ പരിഹസിച്ചുകൊണ്ടുള്ള കമന്റ്സ് വരാറുണ്ട്. അതായത് ഒരു സീരിയല് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സീരിയലിൽ അങ്ങനെ വരുന്നില്ലെന്ന്.
അപ്പൊ അത് പറയുമ്പോ എങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് അയ്യോ വേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? വേണ്ടിയിരുന്നില്ല എന്ന് ഒരിക്കലും തോന്നത്തില്ല. കാരണം അങ്ങനെ കാണിച്ചത് കൊണ്ടാണല്ലോ ആൾക്കാർ ഇപ്പൊ ട്രോൾ ചെയ്യുന്നത്, നമ്മളെ ഇപ്പോഴും റെക്കഗ്നൈസ് ചെയ്യുന്നത്. അതിനകത്ത് ഗോൾഡ് ഇട്ട് നടന്നാണല്ലേ, അല്ലെ അന്ന് അതാണ് താളിച്ചു പോരുണ്ടാക്കിയാണല്ലേ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ അവര് കണ്ടന്റ് അവിടെ ഉണ്ടായതുകൊണ്ടല്ലേ. അപ്പൊ ആ ട്രോളേഴ്സ് അത് ഏറ്റെടുത്ത് ഇത്രയും ട്രോൾ ആക്കിയത് കൊണ്ടുമാണല്ലോ. നെഗറ്റീവ് കമന്റ്സ് നമ്മളെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ ഈ സീരിയലിന് ഒരു പരിധി വരെ ഓഡിയൻസിനെ ഭയങ്കര സ്വാധീനിക്കാൻ പറ്റുമെന്ന്. ഇപ്പൊ ഈ സീരിയലിൽ തന്നെ വരുമ്പോ ഇപ്പൊ രൂപശ്രീ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ, അതായത് മരുമകളെ ചീത്ത പറയുന്നുണ്ട് അതേസമയം സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് സീരിയൽസ് വഴി ഓഡിയൻസ് ഇതിപ്പോ സീരിയൽ എന്നല്ല, സിനിമയാണെങ്കിലും എന്താണെങ്കിലും ഒരു ആൾക്കാരത് കാണുമ്പം കുറെയൊക്കെ ഇൻഫ്ലുവൻസ് ആവും. പക്ഷെ അത് നമ്മളുടെ ലൈഫിൽ പകർത്തേണ്ട കാര്യമാണോ അല്ലയോ എന്നുള്ളത് അവനോൻ തന്നെ ചിന്തിക്കേണ്ട. എല്ലാവർക്കും ഉണ്ട് വിവേചന ശക്തി എന്ന് പറഞ്ഞ സംഭവം, വിവേചന ബുദ്ധിയുണ്ട്. അപ്പൊ ആ ചെയ്യുന്ന കാര്യം റോങ് ആണെന്ന് അവനവന് തോന്നുന്നുണ്ടെങ്കിൽ അത് റോങ് ആണ്, അത് ചെയ്യാതിരിക്കാം. നമ്മുടെ ലൈഫിൽ അത് ചെയ്യാതിരിക്കാം. സീരിയലാണെങ്കിലും സിനിമയാണെങ്കിലും എന്താണെങ്കിലും. അല്ലാതെ സീരിയൽ കൊണ്ടോ അല്ലെ സിനിമ കൊണ്ടോ ആൾക്കാർ വഴിവഴിച്ചു പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് കാണുമ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ആവും, ഇല്ലെന്നല്ല. കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ, അയ്യോ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒക്കെ റൊമാൻസ് ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ അത് നമ്മുടെ ലൈഫിൽ അത് പറ്റുന്നതാണോ അല്ലെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്നുള്ളത് അവനോട് തന്നെ ചിന്തിക്കണം. അപ്പൊ ഇത് കാരണം നശിച്ചു പോയി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ശരിക്കും ഇങ്ങനെ വർഷ റിയൽ ലൈഫിൽ എങ്ങനെയാ ഭയങ്കര റിയാക്ട് ചെയ്യുന്ന ആളാണോ? അതായത് സീരിയലിൽ എല്ലാത്തിനോടും ഇങ്ങനെ മറുപടി പറയുന്ന ആളാണോ? അങ്ങനെയാണോ? റിയാക്ട് ചെയ്യേണ്ടടുത്ത് ഞാൻ റിയാക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഈ പറഞ്ഞ എടുത്തടിച്ച് എല്ലാത്തിനും പോയി വഴക്കുണ്ടാക്കുന്ന ആളെന്നല്ല. ഒരു പരിധി വരെ ക്ഷമിച്ചു നോക്കും, പോട്ടെ. ഞാൻ അവരെയും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കും കുറെയൊക്കെ. ഓക്കെ, അവർ ആ കുട്ടി ഇങ്ങനെ ആയിരിക്കും, അല്ലെ അതിങ്ങനെ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അതിങ്ങനെ ചെയ്തത്. പക്ഷെ ഒരു 2-3 പ്രാവശ്യം കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ റിയാക്ട് ചെയ്യും, താനാ ചെയ്താൽ ശരിയല്ലടോ എന്ന് തന്നെ പറയും. ഇപ്പൊ ഈ ചന്ദനമഴ പോലെ തന്നെയായിരുന്നു തട്ടിമുട്ടി. ശരിക്കും എനിക്ക് തോന്നുന്നു ചന്ദനമഴ ഒരു സൈഡിലാണെങ്കിൽ തട്ടിമുട്ടിയിലെ വിധു എല്ലാരും ഭയങ്കര സ്വീകരിച്ച ക്യാരക്ടർ. അപ്പൊ ഈ കോമഡി ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ ചെയ്യാൻ പറ്റാന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പൊ തട്ടിമുട്ടിയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ തോന്നിയിട്ടുണ്ട് എനിക്ക് കോമഡി ക്യാരക്ടറാണ് കുറച്ചുകൂടി ചെയ്യാൻ നല്ലത്. എനിക്ക് ഇപ്പോഴും അറിയില്ല കോമഡി ചെയ്യാന്നുള്ളതാണ്. എനിക്ക് ഇപ്പോഴും ആരും വിശ്വസിക്കില്ല കേട്ടോ. പക്ഷെ ഞാൻ ചെയ്തിട്ടുള്ളത് ഇപ്പം വർഷേനെ എടുത്താലും അതിനകത്ത് കുറെയൊക്കെ കോമഡി കണ്ടന്റ് ഉണ്ട്. സീൻ വൈസ് അങ്ങനെ വരുമ്പോ എനിക്ക് അഭിനയിക്കാൻ അറിയാം, അതിന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, അഭിനയിക്കാൻ അറിയാം എന്നുള്ളത്. പക്ഷെ അത് ആ സീൻ വരുമ്പോൾ അതിനനുസരിച്ച് അഭിനയിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ തട്ടിമുട്ടിയിലാണെങ്കിൽ സ്പോട്ടാണല്ല, പലതും സ്പോട്ടാണ്. ജസ്റ്റ് കണ്ടന്റ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. അവിടെ ഇരുന്നിട്ട് നമ്മൾ ആർട്ടിസ്റ്റുകളും അതിന്റെ ടെക്നീഷ്യൻസും എല്ലാവരും കൂടെ ഇംപ്രവൈസ് ചെയ്തിട്ടാണ് ഒരു സീൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ സീനിനകത്ത് ഡയലോഗ്സ് പോലും ശരിക്കും പറഞ്ഞാൽ ചിലപ്പോൾ അന്നേരം ഉണ്ടായി വരുന്നതായിരിക്കും. എനിക്ക് പറയാൻ അറിയത്തില്ല, എനിക്ക് പറയേണ്ട ഡയലോഗ് ബാക്കിയുള്ളവർ പറഞ്ഞു തന്നിട്ട് ഞാൻ അങ്ങനെയാണ് അഭിനയിക്കാൻ അറിയാം, ഞാൻ അഭിനയിച്ചോളാം, നിങ്ങൾ പറഞ്ഞു തന്നോ ഞാൻ അഭിനയിച്ചോളാം എന്നാ പറയുക. അപ്പൊ ഇവരുടെ ഇത്രയും പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ വിധു എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അങ്ങനെ ആയത്. പക്ഷെ അത് അടിപൊളി ക്യാരക്ടർ ആയിരുന്നു. ഡയലോഗ് ആയാലും ഈവൻ എക്സ്പ്രഷൻ ഒക്കെ ആണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഭയങ്കര എക്സ്പ്രഷൻ ഇടാം, അഭിനയിക്കാം, അതൊന്നും എനിക്ക് പെട്ടെന്നുള്ള ഡയലോഗ് പറഞ്ഞില്ല. ഈ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ, അതിന് കുറച്ച് ഹ്യൂമർ സെൻസ് വേണമല്ലോ, കുറച്ച് നല്ലപോലെ വേണം. അടുത്ത കൗണ്ടർ എന്ത് പറയണം എന്നുള്ളത് നമ്മൾക്ക് ചിന്തിക്കാനുള്ള ഒരു സെൻസ് വേണം. അതെനിക്കില്ല, അതില്ല എനിക്ക്. പിന്നെ കൂടെ ഉള്ളത് മഞ്ജു ചേച്ചിയാണ്, ലളിതാമ്മ ഭയങ്കര കോമഡി ആയിട്ടുള്ളതാണ്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ സംസാരിക്കുന്ന പോലെ അവർ ഇത്രയും വർഷമായി, അവർക്ക് ആ ഒരു ചിന്തയൊക്കെ ഉള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ അവിടെ ഫസ്റ്റ് ഷെഡ്യൂൾ ചെല്ലുമ്പം എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, സീരിയലിൽ അഭിനയിക്കുന്നവർ ഇവിടെ അഭിനയിക്കല്ലേ എന്ന്. നമുക്കിവിടെ റിയാലിറ്റി ആയിട്ടാണ് അഭിനയിക്കേണ്ടത്, ഭയങ്കര ഇതായിട്ട് വേണം, അല്ലാതെ സീരിയലിൽ അഭിനയിക്കുന്ന കുറച്ച് ഡ്രമാറ്റിക് ആവരുത് എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ഷെഡ്യൂൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓക്കെ ഇവരെന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലായത്. ട്രാക്കിലേക്ക് എത്തി. അവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്? അതായത് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റാർട്ട് പറഞ്ഞപ്പോ പെട്ടെന്ന് ഡയലോഗ് വരാതിരിക്കുക, അങ്ങനെ എന്തെങ്കിലും? അവിടെ പറ്റിയത് മുഴുവൻ അബദ്ധം. പക്ഷെ അത് ആ മൊമെന്റിൽ പറ്റുന്ന അബദ്ധം. അത് പിന്നെ പറഞ്ഞ് അത് ഭയങ്കര ചളിയായിട്ട് കാണുന്നവർക്കൊന്നും ചിരി വരത്തില്ല. അത് ആ മൊമെന്റിൽ സംഭവിച്ചു പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ ഇഷ്ടം പോലെ ഇൻസിഡൻസ് ഉണ്ട് അവിടെ. അത് പറഞ്ഞ ഭയങ്കര ചളിയായി പോകും, അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരെണ്ണം പോലും ഇല്ല. അയ്യോ കട്ട ചളിയാവും. ഒരെണ്ണം പറയാം, പറഞ്ഞ ഓർമ്മയും കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ മൊമെന്റ്സ് ആണ്. ഈ പറഞ്ഞ കണക്ക് ഡയലോഗ് മറന്നു പോവാ, പറയത്തക്കവണ്ണമായിട്ടൊന്നുമില്ല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് കോമഡി പറയുന്നിടത്ത് ചിലപ്പോൾ സീരിയസ് ആയിട്ട് വന്ന് പോയ സിറ്റുവേഷൻ ഉണ്ടായിരിക്കുമല്ലോ. നമ്മളവിടെ ചെയ്യുന്നതൊക്കെ സീരിയസ് ആ, പറയുന്ന കോമഡി ആയി പോകുന്നതാ. അങ്ങനെയാണല്ലേ? എല്ലാം സീരിയസ്. ഇപ്പൊ വിധുവിന്റെ ക്യാരക്ടർ എടുത്താലും വിധു പറയുന്ന അത്രയും സീരിയസ് ആ.
കേൾക്കുന്നവർക്കൊക്കെ അത് കോമഡി ആയിട്ട് തോന്നുകയാണ്. അത് ആ ക്യാരക്ടർ ഈ പറഞ്ഞ കണക്ക് പ്രസന്റ് ചെയ്യുന്ന രീതി അനുസരിച്ചും പിന്നെ ഓപ്പോസിറ്റ് നമുക്ക് കൗണ്ടർ വരുന്നത് രീതി അനുസരിച്ചും പറയുന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇതെല്ലാം കൂടെ ചേർന്നത് കോമഡി ആയി പോകുന്നു. പറയുന്നത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയണത്. പക്ഷെ സംസാരിക്കുമ്പോ ഉണ്ടല്ലോ ഒരു കോമഡി എവിടെയൊക്കെയോ ഫീൽ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു കോട്ടയം സ്ലാങ് പക്ഷെ നമുക്കൊരു സംസാരിക്കുമ്പോ ഒരു കോമഡി ഒക്കെ അങ്ങനെ ഒരു ഇതുണ്ട്. അതെന്നാന്നറിയോ, ഇവിടെ ചേച്ചി കോട്ടയാണ്, മഞ്ജു ചേച്ചി ഏറ്റുമാനൂരാണ്, ചേച്ചി കോട്ടയമാണ്, ചേച്ചി സംസാരിക്കുന്ന കോട്ടയാണ്. അപ്പൊ എനിക്കെന്നല്ല മിക്ക ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ കുഴപ്പമാണെന്ന് തോന്നുന്നുണ്ട്. ഏതെങ്കിലും ഒരു വേറൊരു നാട്ടിലെ ഭാഷയുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ ആ സംസാരമായിപ്പോ ആ ഒരു സ്ലാങ് ആയിപ്പോ. അപ്പൊ അവിടെ എനിക്ക് ഇവിടെ വന്നപ്പോഴും ആ പ്രശ്നം ഉണ്ടായിരുന്നു. ഈ കൊച്ചിക്കാരോടൊക്കെ സംസാരിച്ച് കഴിയുമ്പോ എന്താണ് പോണേണ എന്നുള്ള മട്ടിലൊക്കെ ആ ഒരു സ്ലാങ് ആയിരുന്നു. പക്ഷെ ചേച്ചിയുടെ സംസാരിച്ച പക്ക കോട്ടയവാ. അപ്പൊ അത് ചേച്ചിയോടാണ് ഞാൻ കൂടുതൽ സംസാരിക്കാറുള്ളത്, എന്നാലേ ഈ സ്ലാങ് കിട്ടത്തുള്ളൂ. രാജേഷ് ചേട്ടനാണെങ്കിലും പറവൂര് സ്വദേശമാണ് അദ്ദേഹം സംസാരിക്കുമ്പോഴും ഫുള്ള് ഈ ഒരു എറണാകുളം സ്റ്റൈലാണ്, ആ ഒരു സ്ലാങ് ആണ്. പുള്ളിയോട് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ കോട്ടയം സ്ലാങ് വിട്ടു പോകാറുണ്ട് പലപ്പോഴും. പിന്നെയും ഈ ചേച്ചിയുടെ കൂടുതൽ എനിക്ക് സീൻസ് എന്താ പറയുക, ചേച്ചിയുടെ അടുത്ത് സംസാരിച്ച് അങ്ങനെ വഴക്കുണ്ടാക്കുന്നതാണെങ്കിലും ദേഷ്യം വരുമ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം ഭാഷ വരുമെന്ന് പറയുന്ന പോലെ. ശരിക്കും എനിക്ക് ഇപ്പോ സംസാരിച്ചപ്പോഴും ഒരു കോമഡി ഒരു ഇത് വരുന്നുണ്ട് ഇടയ്ക്ക്. എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നുണ്ട്. ഞാൻ ആദ്യം വിചാരിച്ചു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ആവുന്നൊക്കെ, പക്ഷെ കാണുമ്പോ അങ്ങനെയല്ല. സംസാരിച്ചു കഴിഞ്ഞപ്പോ സത്യമായിട്ടും അതും എല്ലാരും പറയാറുള്ള കാര്യമാണ്. ഭയങ്കര സ്പീഡാണ് സംസാരത്തില്, ഭയങ്കര സ്പീഡാണ്, പിടിച്ചാൽ കിട്ടില്ല. അതുകൊണ്ട് എനിക്കുള്ള ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടാറുണ്ട് ശരിക്കും പറഞ്ഞ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ആദ്യം കാണുമ്പോ ജാടയാന്ന് തോന്നും, പിന്നെ കാണുമ്പോ ഭയങ്കര പാവാണെന്ന് തോന്നും, കുറെ പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്ത് ചെയ്യാനാന്നൊക്കെ എന്റെ കൊച്ചു വരെ തിരിച്ച്. ശരിക്കും ഈ കോമഡി ക്യാരക്ടർ ചെയ്യാനാ സീരിയസ് ചെയ്യാനാണ് ഏറ്റവും എളുപ്പം? ഏത് ചെയ്യാനാ? എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാം ഒരുപോലെ ആയിട്ടേ തോന്നുള്ളൂ. ഞാൻ അഭിനയം എന്നുള്ളതാണ്, അതിപ്പോൾ എന്ത് പറഞ്ഞാലും എനിക്ക് അഭിനയിക്കാം, എങ്ങനെ പറഞ്ഞാലും എന്നെ കൊണ്ടാവുന്ന പോലെ മാക്സിമം ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത്. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു ഈ സംസാരിച്ച് ഈ പറഞ്ഞ കണക്ക് തട്ടിയും മുട്ടിയും പോലത്തെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയേണ്ട ക്യാരക്ടർ, അങ്ങനത്തെ കോമഡി ക്യാരക്ടറാണെങ്കിൽ അത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതേസമയം സ്ക്രിപ്റ്റിലുള്ള സംഭവമാണെങ്കിൽ, സ്ക്രിപ്റ്റിലുള്ള കാര്യങ്ങളാണെങ്കിൽ അത് അഭിനയിച്ച് ഫലിപ്പിക്കാം. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനിയിപ്പോ പുതിയ ക്യാരക്ടേഴ്സ് ചെയ്യുകയാണെങ്കിൽ തന്നെ എങ്ങനത്തെ ചെയ്യണം? ഇപ്പൊ ഓൾറെഡി കോമഡി ആയിട്ടുണ്ട്, സീരിയസ് ആയിട്ടുണ്ട്, ഇനി എങ്ങനത്തെ ചെയ്യണം? ഹീറോയിനും ചെയ്തിട്ടുണ്ട്. അതെ, ഇനിയിപ്പോ എങ്ങനെ? ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു കൂടുതലും വില്ലത്തി വേഷങ്ങളാ വരുന്നത്. ഇനിയിപ്പോ അത് മാറിയിട്ട് പുതിയ ക്യാരക്ടേഴ്സ് വരട്ടെ, ആൾക്കാർ മാറി ചിന്തിക്കട്ടെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഈ പറയുന്ന പാവമായിട്ടുള്ള കുട്ടി അങ്ങനെയൊക്കെ അത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നില്ല. ഓൾറെഡി ഞാൻ അത് ചെയ്തിട്ടുമുണ്ട്. അഴകി എന്ന് പറയുന്ന ഒരു തമിഴ് സീരിയലിൽ ആദ്യത്തെ ഒരു കുറെ അധികം ഇത് ഫുള്ള് കണ്ണീരും കാര്യങ്ങളുമായിട്ട് ഫുൾ ടൈം കരച്ചിലും കാര്യങ്ങളും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് അഭിനയിക്കാൻ കുറച്ചുകൂടെ സാധ്യതയുള്ള ഇതൊക്കെ തോന്നിയിട്ടുള്ളത് ഈ പറഞ്ഞ വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യാനും. ഈ കോമഡി ചെയ്യുമ്പോഴും കുറച്ചൊക്കെ എന്തെങ്കിലും നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല, എന്ത് വേണേലും കാണിക്കാം എന്നുള്ള, എങ്ങനെയും റിയാക്ട് ചെയ്യാം. അത് വില്ലനാണെങ്കിലും കോമഡി ആണെങ്കിലും. അല്ലെങ്കിൽ പിന്നെ നായിക ഭയങ്കര ബോൾഡായിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കണം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ചട്ടമ്പി കല്യാണി എന്ന് പറയുന്ന സീരിയലില് ശ്രീകുമാരൻ തമ്പി സാറിന്റെ സീരിയലായിരുന്നു. സാറിന്റെ സിനിമ സാർ അത് സീരിയലാക്കി. സാർ അത് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചട്ടമ്പി കല്യാണിയുടെ അന്നത്തെ ആ റീല് ഫുള്ള് നശിച്ചു പോയി. അത് സിനിമ ഇനി ആർക്കും കാണാൻ പറ്റില്ല, അത് ഫുള്ള് നശിച്ചു പോയി. അപ്പൊ സാറത് സീരിയലാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പൊ ആ സീരിയലിൽ ഞാനായിരുന്നു ഹീറോയിൻ. ചട്ടമ്പി കല്യാണി എന്ന് പറയുന്ന ക്യാരക്ടർ ഞാനായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ക്യാരക്ടർ ഭയങ്കര ബോൾഡായിരുന്നു. കരാട്ടെ ഒക്കെ അറിയാവുന്ന കരാട്ടെ ഒക്കെ ചെയ്തോ? എന്നെ കൊണ്ട് സാറ് ചെയ്യിച്ചു, ചാടി ചവിട്ടിക്കോ. അതിനുവേണ്ടി പഠിച്ചോ കരാട്ടെ? അറിയായിരുന്നു. സാറ് തന്നെയായിരുന്നു അതിന്റെ സ്റ്റണ്ട് മാസ്റ്ററും ഒക്കെ. സാറ് തന്നെ ഓൾ ഇൻ ഓൾ സാറായിരുന്നു. സാറ് തന്നെ ചാടി ചവിട്ടിക്കോ, രണ്ടുപേരുടെ കയ്യെ പിടിച്ചോ, ചാടി ചവിട്ടിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചാടി ചവിട്ടി. അന്ന് എനിക്ക് കുറച്ചുകൂടെ വണ്ണവും ഉണ്ട്, എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കാര്യമായിരുന്നില്ല. പക്ഷെ സാറ് ജയിച്ചു, ഞാൻ ചെയ്തു. അങ്ങനെ ബോൾഡായിട്ടൊരു ക്യാരക്ടറൊക്കെ ചെയ്തിട്ടുണ്ട്. ഫുൾ കണ്ണീര് ക്യാരക്ടർ അല്ലായിരുന്നു അത്. ആവശ്യത്തിനുള്ള കളി, ആ സെന്റിമെന്റ് സീൻസ് വരുമ്പോൾ ഉള്ള ഒരു കരച്ചിലും കാര്യങ്ങളും അങ്ങനെ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ല ബോൾഡ് ക്യാരക്ടറായിരുന്നു. പിന്നെ ഹീറോയിനായിട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ പോലീസ് എന്ന് പറഞ്ഞ ഒരു സീരിയലായിരുന്നു. അത് പക്ഷെ കോമഡി ടച്ചുള്ള ഒരു അങ്ങനത്തെ ഒരു സെറ്റയറായിരുന്നു. അപ്പൊ അതും ഹീറോയിനായിരുന്നു, കോമഡി ആയിരുന്നു. അതും കോമഡിയാണ്, പക്ഷെ സ്ക്രിപ്റ്റഡ് കോമഡി ആയിരുന്നു. സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു, നമ്മളത് അഭിനയിച്ചാൽ മതിയായിരുന്നു. ഏതാ എളുപ്പം? സ്ക്രിപ്റ്റഡ് ആയിട്ട് ചെയ്യാനാണോ നമ്മൾ ഇപ്പോൾ സ്പോർട്ടായിട്ട് ചെയ്യാനാ ഇപ്പൊ എളുപ്പം? സ്ക്രിപ്റ്റഡ് ആണെന്ന് തോന്നുന്നല്ലേ? സ്ക്രിപ്റ്റഡ് ആണോ അല്ലെങ്കിൽ ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഒരു 4-5 വർഷമായിട്ട്
ഓൺ റെക്കോർഡായിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അതായത് ഉണ്ടല്ലോ ഓൺ ദ സ്പോട്ടിൽ പറയുന്ന സംഭവങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ തട്ടിമുട്ടിയാണെങ്കിലും ചെയ്തു, അത് കഴിഞ്ഞ് വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തു. ഇതെല്ലാം നമ്മൾ സ്പോട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളായിരുന്നു. ഒരു 4-5 വർഷമായിട്ട് അങ്ങനെയായിരുന്നു. തട്ടിമുട്ടി തന്നെ ഒരു 5 വർഷം ഞാൻ ചെയ്തു. അതിന് മുമ്പായിരുന്നു നമ്മുടെ ഈ സ്ക്രിപ്റ്റഡ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടുന്ന് ഈ സ്പോട്ടിലേക്ക് വന്നപ്പോൾ 1 മാസം കഷ്ടപ്പെട്ടു എന്ന് പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊരു സീരിയൽ ഹീറോയിനായിട്ട് ഹീറോയിനല്ല വില്ലത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. കൺമണി എന്നാണ് മഴവിൽ മനോരമ. ഇപ്പം അതാണ് പേരിട്ടേക്കുന്നത്. നാളെ ചിലപ്പോൾ ടൈറ്റിൽ മാറുമെന്നറിയില്ല. ഇപ്പൊ നിലവിൽ കൺമണിയാണ്. അപ്പം അതിൽ വില്ലത്തിയാണ്. അപ്പൊ ആദ്യത്തെ ഒരു ഷെഡ്യൂള് ചെന്നപ്പോഴത്തേന് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഈ പ്രോംപ്റ്റിങ് പിടിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മറ്റേത് നമ്മൾ വായിന്ന് വന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വായിന്ന് വരുന്ന പോലെ സംസാരിക്കുകയായിരുന്നു. അത് വന്നപ്പോൾ ഇവിടെ പ്രോംപ്റ്റിങ് പിടിക്കാൻ ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പൊ ഓക്കെ. അപ്പൊ രണ്ടും ഏതായാലും കുഴപ്പമില്ല എന്നുള്ള ഇതാണ്. ഇപ്പൊ നേരത്തെ ബോൾഡ് ക്യാരക്ടർ എന്ന് പറഞ്ഞില്ല. ബോൾഡ് ക്യാരക്ടറിനകത്ത് ഞാൻ അധികം ആരും കണ്ടിട്ടുണ്ടോ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ അധികം പോയിട്ടുമില്ല ആ സീരിയല്. കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ കായംകുളം കൊച്ചുണ്ണിയില്ലേ, അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് അദ്ദേഹത്തിന്റെ മകൻ വന്ന് കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്നുള്ള ടൈറ്റിൽ ക്യാരക്ടറിൽ അങ്ങനെ ഒരു സീരിയൽ ഉണ്ടായിരുന്നു. സൂര്യയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അതിലും ഹീറോയിനായിരുന്നു. അതിലും ഈ പറഞ്ഞ കണക്ക് ബോൾഡ് ക്യാരക്ടർ ആയിരുന്നു ഹീറോയിൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹീറോയിനും വില്ലത്തിയും കോമഡിയും എല്ലാ മേഖലയിൽക്കൂടെ ഇപ്പൊ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടം വില്ലത്തിയായിട്ട് കാണാനല്ലേ ആയിരിക്കും. ചിലപ്പോ ഈ പറഞ്ഞ കണക്ക് നമുക്ക് അഭിനയിക്കുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ. അത് കാണാൻ ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും. അതുകൊണ്ടായിരിക്കും പിന്നെ എന്റെ ഫേസിൽ വില്ലത്തി കിടക്കുന്നുണ്ടെന്ന് കുറെ ആൾക്കാരൊക്കെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേറെയും ക്യാരക്ടേഴ്സ് ചെയ്യാനൊക്കെ പറ്റും. എനിക്ക് വേറെ ക്യാരക്ടേഴ്സ് ചെയ്യാനൊക്കെ പറ്റും. നിങ്ങൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ മനസ്സറിഞ്ഞ് എന്തെങ്കിലും നല്ല ക്യാരക്ടർ അഭിനയിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സും ഒക്കെ ചെയ്യുക, എഴുതി തരിക, ഞാൻ അഭിനയിച്ചോളാം. അഭിനയിക്കാൻ പറ്റുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഇപ്പൊ സീരിയൽ അവിടെ, ഇനിയിപ്പോ സിനിമയിലേക്ക് വരുമ്പോ സിനിമയിലും അഭിനയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സിനിമയിലേക്ക് മെയിൻ റോളിലേക്കൊന്നും വരാൻ അങ്ങനെ ട്രൈ ചെയ്തിരുന്നില്ലേ? മെയിൻ ക്യാരക്ടേഴ്സ് എന്നുള്ളതാ അങ്ങനെയല്ല. എനിക്ക് വന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ആയിരുന്നു കൂടുതലും വന്നത്. പിന്നെ ഞാൻ കംഫർട്ടബിൾ ആയത് കൂടുതലും എനിക്ക് സീരിയൽസ് ആണ് കംഫർട്ടബിൾ. ഈ പറഞ്ഞ എനിക്ക് സീരിയലിൽ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടർ ഇപ്പം മലയാള സിനിമയിൽ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആലും എനിക്ക് തരണം എന്നാലേ ഉള്ളൂ. പക്ഷെ അറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ. ഓരോരുത്തരുടെയും തലവര എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ എന്റെ തലയെ വരച്ചിരുന്നത് സീരിയലിലായിരുന്നു. അതുകൊണ്ടായിരിക്കും ഞാൻ സീരിയലിലായത്. പക്ഷെ ആരും അങ്ങനെ വിശ്വസിക്കില്ല. കാരണം ഇപ്പോ മലയാള സിനിമയായാലും ഹ്യൂമർ ഉള്ള ക്യാരക്ടേഴ്സിന് ഭയങ്കര ഡിമാൻഡ് ഉള്ളതാണ്. ഇപ്പോ വർഷാന്ന് ഞാൻ പറയുന്നത് ഇപ്പോഴും വർഷാന്നാണ് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. ഷാലുന്നാണ്, പക്ഷെ വർഷാന്നാണ് എനിക്ക് വരുന്നത്. അല്ല, വർഷേനെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് എന്തുകൊണ്ട് സിനിമയിലേക്ക് പോയില്ല, അതങ്ങനെ വിചാരിക്കുമല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞല്ലേ നമുക്ക് ഓരോരുത്തരും തലയിൽ വരച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ചിലപ്പോ സമയമാകുമ്പോൾ വരുമായിരിക്കും, വരട്ടെ. അങ്ങനെ പണ്ട് ഓഡിഷനൊക്കെ പോയിട്ടുണ്ടോ? പണ്ടൊക്കെ ഓഡിഷനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ സീരിയലിനും പോയിട്ടുണ്ട്, ഞാൻ സിനിമയ്ക്കും പോയിട്ടുണ്ട്. ഓഡിഷൻസ് ഒക്കെ അന്നൊക്കെ നമ്മുടെ ഈ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മൾ ഓഡിഷൻസ് പങ്കെടുത്തിട്ടുണ്ട്, റിജക്റ്റും ആയിട്ടുണ്ട്. അപ്പൊ സീരിയലാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. സീരിയൽസ് ആണ്. സിനിമ വന്നാൽ ചെയ്യും നല്ല ക്യാരക്ടർ ആണെങ്കിൽ ചെയ്യും. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ ഷാലുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന്റെ ഒക്കെ താഴെ കമന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ദേശായി ഫാമിലിയാണ് ഭരിക്കുന്നത്. മാത്രമേ കണ്ടുള്ളൂ, കൂടുതലും അവരാണ് കേട്ടോ. വർഷ കൊള്ളാം, വർഷ താളിച്ച മോര് എവിടെ? ഞാനത് ഇന്ന് രാവിലെ കൂടെ ഞാൻ കണ്ടിട്ട് താളിച്ച മോരെ. എനിക്ക് അവിടെ റോളില്ല. എന്റെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് റോളില്ല പോസ്റ്റ് ചെയ്യാന്നുള്ളതല്ലാതെ. കമന്റ് സെക്ഷനിൽ എനിക്കൊരു താങ്ക് യു പറയാൻ പോലും ഞാൻ ഇങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭയങ്കര ബഹളമാണ്. ഓക്കെ, ബാക്ക് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും അവര് നടക്കട്ടെ, അവര് സംസാരിക്കട്ടെ. അല്ല, ഫുൾ ദേശായി ഇങ്ങനെ നമുക്ക് പേര് കാണാലോ, ദേശായി എന്ന് പറഞ്ഞിട്ട്. ദേശായി ഇപ്പൊ ഞാൻ നേരത്തെ ഒരു ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ആൾക്കാർക്ക് മാത്രമല്ല, അന്നത് കേസരി ദേശായി ആയിരുന്നു ഉണ്ടായിരുന്നത്, കേസരിക്കായിരുന്നു. അത് കഴിഞ്ഞ് നാഗരാജാവ് വന്നു, കുക്കർ വന്നു, ഇന്നിപ്പോ റീസെന്റ് ആയിട്ടുള്ള വർഷ ജാം ദേശായി വന്നു, ജാം ദേശായി വന്നു. അങ്ങനെ എല്ലാവർക്കും ഉണ്ട് അവിടെ. ഇനിയിപ്പോ ചന്ദനമഴ പാർട്ട് 2 വരുവാണ്. അപ്പൊ എന്തായാലും പോകും, ഉറപ്പായിട്ടും. ആ ക്യാരക്ടർ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഞാനേ ചെയ്യുള്ളൂ. വർഷം എന്റെ മാത്രം സ്വത്താണ്, ഞാൻ ആ ക്യാരക്ടർ തരൂല്ല ആർക്കും. ആണല്ലേ? അപ്പൊ എന്തായാലും പോകും. ആ ക്യാരക്ടേഴ്സ് തന്നെ വേണം, കൂടെ ഉള്ള എല്ലാവരും വേണം എന്നാണ് എന്റെ ആഗ്രഹം. അതേ ക്യാരക്ടേഴ്സ് എല്ലാവരും അവര് തന്നെ ചെയ്താലേ ശരിയാവുള്ളൂ. ചിലപ്പം മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ ഇതിനേക്കാൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയേക്കുന്ന ഇന്ന ആൾക്കാർ, ഇന്ന ക്യാരക്ടേഴ്സ്, അത് രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പൊ അവര് ഉള്ളതാണ് അതിന്റെ ഒരു ഭംഗി ഇപ്പോഴും. അതെ, ഇപ്പൊ ഒരുപാട് സീരിയൽ ഇങ്ങനെ പാർട്ട് 2 വരുന്നുണ്ട്. മേ ബി വന്നിരിക്കാം. ചിലപ്പോ ഇതിന്റെ ഡയറക്ടർക്ക് തോന്നാം ഇപ്പൊ ട്രെൻഡിങ്ങിലൊക്കെ ഉണ്ടല്ലോ, അല്ലേ? ആക്ച്വലി ഞാൻ ഈ കാര്യം ഞങ്ങളുടെ പ്രൊഡ്യൂസർ സാറിനോട് ജയകുമാർ സാറിനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ സാറ് പറഞ്ഞത്, ഇപ്പൊ സാറിന് ഒരു സീരിയൽ പോകുന്നുണ്ട്, ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്ത് സാറിന്റെ സീരിയൽ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പോ പറയാൻ പറ്റില്ല, സാർ ഒന്നും പറഞ്ഞിട്ടില്ല.
ഓക്കെ എന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ ചാനൽ തീരുമാനിക്കുന്നതല്ലേ എന്നാ പറഞ്ഞത്. അപ്പൊ ചാനൽ തീരുമാനിക്കണം പാർട്ട് 2 കൊണ്ടുവരണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ കഥയുണ്ട് കയ്യില്? കഥ ഉണ്ടാവില്ല. അവിടെ സാത്നിബാന സാത്തിയ പാർട്ട് 2 ഒക്കെ ആയിട്ട് പോയതാണ്. അവിടെ ഈ പറയുന്ന വർഷയ്ക്കും അമൃതയ്ക്കും ഒക്കെ കുട്ടികളുടെ കുട്ടികളായി എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയൊക്കെ അങ്ങോട്ട് കഥകൾ പോയിട്ടുണ്ട് കുറെ. ഏകദേശം ഒരു 10 വർഷം കണ്ട് അവിടെ സീരിയൽ പോയിട്ടുണ്ട് പാർട്ട് 2 തന്നെ ആയിട്ട്. വരുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത്. ഇൻസ്റ്റാഗ്രാം ഇനി ഒന്നും നോക്കണ്ട, നിങ്ങളായിരിക്കും, ഞങ്ങൾ എഴുതി തരേണ്ടി വരും. വേറെ സീരിയലിനൊന്നും ഇവിടെ ഓക്കെ. ഞാൻ ഇനി കുറച്ച് പേരുകൾ പറയാം. ചെറിയൊരു സെഗ്മെന്റ് വരെ, കുറച്ച് സമയമുള്ളൂ. അപ്പൊ അവരെ കുറിച്ചിട്ട് എന്താണെന്ന്, അതായത് വർഷയ്ക്ക് പറയാനുള്ളത് എന്താണ് അങ്ങനെ പറയണം. ഫസ്റ്റ് തന്നെ രൂപശ്രീ ആളുടെ ചോദിക്കട്ടെ, ക്യാരക്ടർ ആണോ പറയുന്നത് അതോ അതായത് ശരിക്കും ഒറിജിനൽ ക്യാരക്ടർ ആണോ? ഒറിജിനൽ ക്യാരക്ടറും പറയാം, പിന്നെ നമ്മൾ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അതിനെ കുറിച്ചും പറയാം. രൂപ ചേച്ചിക്ക് ആദ്യമേ എന്നെ വലിയ ഇഷ്ടമല്ലായിരുന്നു, ഒന്നാമത്തെ കാര്യം. കാരണം വേറൊന്നുമല്ല, അതില് മേഘ്ന ചെയ്യുന്നില്ലേ, മേഘ്ന. അപ്പൊ അത് ഓൾറെഡി തമിഴ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് കുറച്ചും കൂടെ മേഘ്നയായിട്ട് കണക്ട് ആയി. പിന്നെ അതിനകത്ത് എനിക്ക് തമിഴ് എത്ര കണ്ട് അന്നേരം അറിയത്തില്ലായിരുന്നു, സംസാരിക്കാനും അറിയത്തില്ലായിരുന്നു. പിന്നെ എന്നെ കാണുമ്പോൾ ഈ ഒരു അഹങ്കാരി ലുക്കുണ്ട് ആദ്യമേ. അപ്പോ പിന്നെ അതിനകത്ത് ചാരുവായിട്ടായിരുന്നു ചേച്ചി കുറച്ചും കൂടെ കണക്ട് ആയത്. പിന്നെ ഇവരുടെയൊക്കെ അമ്മമാര് ലൊക്കേഷനിൽ വരും. അപ്പൊ അങ്ങനെ ചേച്ചി അവരുമായിട്ട് കണക്ട് ആയി. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ ട്രിവാൻഡ്രത്ത് വീട് എടുത്തേക്കുവായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് പോയി വരുമായിരുന്നു. എൻ്റെ പാരൻസ് ഒക്കെ ആണല്ലോ വീട്ടിൽ തന്നെ. അപ്പോൾ രാവിലെ ഞാൻ ജോലിക്ക് പോകുന്ന പോലെ ബാഗൊക്കെ എടുത്തിട്ട് ലൊക്കേഷനിൽ വരും, തിരിച്ച് വീട്ടിൽ പോകും. അങ്ങനെയായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം എൻ്റെ അടുത്ത് വലിയ ഇതില്ലായിരുന്നു. പിന്നെ പോകെ തമിഴൊക്കെ പറഞ്ഞ് സംസാരിച്ച് ഭയങ്കര കമ്പനിയായി. ഇപ്പം മാസത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സൗണ്ട് കേട്ടില്ല. മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ജീവനോടെ ഉണ്ടോക്ക എന്ന് ചോദിച്ചില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. അപ്പൊ ഈ ട്രെൻഡിങ്ങിൽ ആയതിനു ശേഷം എന്താ പറയാറ് വിളിക്കുമ്പോഴൊക്കെ? ഇതൊന്നും അറിഞ്ഞില്ല. പുള്ളിക്കാരി സോഷ്യൽ മീഡിയ അങ്ങനെ ഉപയോഗിക്കുന്ന ഒരാളല്ല. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും പുള്ളിക്കാരി അതൊന്നും തുറന്നു നോക്കാറും ഇല്ല. ആരും പുള്ളിക്കാരിയുടെ ഇതൊന്നും സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാനും ഇല്ല, ഒന്നുമില്ല. വല്ല കാലത്തും എതിരൊരു ഫോട്ടോ ഇട്ടാലായി അതെന്തായി അതിന്റെ അവസ്ഥയെന്ന് പോലും പുള്ളിക്കാരി നോക്കാറില്ല. ഒട്ടും അതിനകത്ത് കെയറല്ല. അപ്പൊ ഞാനൊരു ഇന്റർവ്യൂല് ഇതുപോലെ അക്കേനെ വിളിക്കുന്ന സെഗ്മെന്റ് വന്ന് ഞാൻ അക്കേനെ വിളിച്ചപ്പോ ചോദിച്ചു, എന്താടി എന്ന് ചോദിച്ചാൽ പറഞ്ഞു, നല്ല ആളോടാ പറയണേ, ഇൻസ്റ്റാഗ്രാം ഇപ്പൊ ഭരിച്ചോണ്ടിരിക്കണ ചന്ദ്രമഴയാണ്, അതിനെ കുറിച്ച് എന്താ പറയാ? ആണോടി എന്നാ ചോദിക്കുന്നു. അമ്മായിമ്മയാണ് മെയിൻ ക്യാരക്ടർ എന്നൊക്കെ. ഇതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയ ആളല്ല പുള്ളിക്കാരി. അപ്പൊ ഇത് ട്രെൻഡിങ് ആയത് ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആളാണ്. ഭയങ്കര പാവമാണ്, ഭയങ്കര സ്വീറ്റാണ്. ഈ പറഞ്ഞ കണക്ക് വെട്ടൊന്നും മുരണ്ട് സ്വഭാവമാണ്. ഇഷ്ടമില്ലാതെന്ന് തന്നെ പറയും. ഒത്തിരി ഇഷ്ടപ്പെടുന്നവരുടെ അടുത്ത് ജീവൻ കൊടുത്ത് സ്നേഹിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഇപ്പൊ 10 വർഷത്തിന് ശേഷവും ഞങ്ങൾ തമ്മിലൊരു ബോണ്ടിങ് അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ വിചാരിച്ചു, ഒരു സീരിയലിൽ കഴിഞ്ഞിട്ട്, സാധാരണ ഒരു കമ്പനിയിലോ അങ്ങനെ വർക്ക് ചെയ്യുന്നതായിരുന്നു, ഒരു സീരിയലാണ്. അവിടെ നിന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ അടുത്തൊരു ഫാമിലി ചെല്ലും. നമുക്ക് അന്നേരം ഓരോരോ ഫാമിലീസ് ആണ്. അവിടെ ഒക്കെ അന്നേരം കണക്ഷൻസ് ഉണ്ടാവും. പിന്നെ ആ സീരിയൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ആ കണക്ഷൻസ് വിട്ടും പോകും. പക്ഷെ ഇത് തീർന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ആ ഒരു കണക്ഷൻ നിൽക്കുന്നെങ്കിൽ അത് ശരിക്കും റിയൽ ആയിട്ടുള്ള തിക്കായിട്ടുള്ള ഒരു ബോണ്ടിങ് ആണ്. ഇനി വർഷയുടെ അമ്മായിമ്മ യമുന ചേച്ചി ആയിട്ട് അതിലാണ് അമ്മായിമ്മയായിട്ട്. എനിക്കൊന്ന് വേറെ സീരിയൽസ് ഒരുമിച്ചുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. സോറി, ഞാനൊരു 10-15-20 വർഷത്തിനടുപ്പിച്ചായി ഇൻഡസ്ട്രിയിൽ നിന്നിട്ട്. അപ്പൊ ഏതൊക്കെ ചെയ്തെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ ഒരു ഓർമ്മയില്ല. ചേച്ചി ആണെങ്കിലും ഇടപെടാനും ഒക്കെ നല്ലതാണ്. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷെ ഞങ്ങൾ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ലൈക്കൊക്കെ കൊടുക്കാറുണ്ട്. വല്ല കാലത്തും ഒരു കമന്റ് ഒക്കെ കിട്ടാറുണ്ട്. അത്രയേ ഉള്ളൂ. രൂപ ചേച്ചിന്റെ അത്രയും കണക്ഷൻ ഇല്ല, പക്ഷെ എന്നാലും. ബിഗ് ബോസ് പോയതൊക്കെ കണ്ടിരുന്നല്ലേ ചേച്ചി? അങ്ങനെ തന്നെയാണ്, റിയൽ ആയിട്ടാണ് ചേച്ചി നിന്നത് ബിഗ് ബോസിൽ. ഓക്കെ, ഇനി അടുത്ത് മേഘ്ന എന്താ പറയുന്നത്, നല്ലൊരു കുട്ടിയാണ്, അനിയത്തിയാണ്. കാണാൻ നല്ല ചബ്ബിയാണ്, നല്ല കവളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളുടെ കവള്, ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ക്യാരക്ടറാണ്. മേഘ്നയായിട്ട് ഇപ്പോഴും കണക്ഷൻ ഒക്കെ ഉണ്ട്. പുള്ളിക്കാരി ഭയങ്കര ബിസിയാ, അതുകൊണ്ട് അങ്ങനെ സംസാരിക്കാൻ പറ്റാറില്ല. പുള്ളിക്കാരുടെ തിരക്ക്. ഞാനും ഈ പറഞ്ഞ കണക്ക് ഫോൺ വിളിച്ച് അന്നേരം ഒന്നും എടുക്കണമെന്നില്ല. ഞാൻ ഏതെങ്കിലും കാലത്ത് തിരിച്ച് വിളിക്കാറും ഒക്കെ ഉള്ളു. ബിസിയാണ്, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് തട്ടിമുട്ടിയിലേക്ക് വരാം. അപ്പോ മഞ്ജു ചേച്ചി എടുത്ത് എനിക്ക് ആദ്യം ഒരു
ബഹുമാനം കൊണ്ടുള്ളൊരു പേടിയില്ല, അങ്ങനെ ഒരു ഡിസ്റ്റൻസ്. അതിപ്പോൾ ലളിതാമ്മയോടാണെങ്കിലും ശരി, മഞ്ചേച്ചിയോടാണെങ്കിലും ശരി, അങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു. പക്ഷെ വർത്താനം പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മടി കയറി എന്ന് വേണേലും വർത്താനം പറയാം. അങ്ങനത്തെ കമ്പനി അടിക്കുന്ന ഒരാളാണ്. ഭയങ്കര രസമാണ് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അതും ഈ പറഞ്ഞ കണക്ക് വെട്ടൊന്ന് മുറിരണ്ടെന്നുള്ള സംസാരം ഇപ്പം ഈ കോട്ടയം സ്ലാങ് ആയതുകൊണ്ട് ആയിരിക്കും, എടുത്തടിച്ച് സംസാരിക്കും. തിരിച്ചും അതുപോലെ തന്നെ. പിന്നെ ഒരേ വൈബാണ്, കണക്ട് ചെയ്യാൻ പറ്റും, നല്ലതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ചേച്ചി എന്താ മനസ്സിൽ വിചാരിക്കണേ എന്നുള്ളത് എനിക്കും മനസ്സിലാവും, ഞാൻ എന്താ മനസ്സിൽ വിചാരിക്കുന്നുള്ള ചേച്ചിക്കും മനസ്സിലാവും. സീനിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് പറയും, എടുത്തടിച്ചടിച്ചടിച്ച് അങ്ങനെ സംസാരിക്കാൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ആ മനസ്സിൻ്റെ കണക്ഷൻ ഉള്ളത് കൊണ്ടാണ്. എനിക്കിഷ്ടമാണ്, ഭയങ്കര രസമാണ്. ഞാൻ വല്ലപ്പോഴും ഒക്കെ വിളിക്കും. ചേച്ചി മുട്ടം ബിസിയാണ്, സിനിമയും ഈ പറഞ്ഞ കണക്ക് ബിസിനസ്സായിട്ടും സിനിമയായിട്ടും. ചേച്ചിക്ക് ബിസിനസ് ഉണ്ടല്ലോ, അത് പിന്നെ ഷോസ് ആണെങ്കിലും ഭയങ്കര ബിസിയാണ്. വിളിച്ചാൽ കിട്ടത്തുമില്ല. ചിലപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്തതിനിടയ്ക്കായിരിക്കും, എടി എന്താടി, ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ വെറുതെ വിളിച്ചതാണ്, എടി ഞാൻ മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക, പിന്നെ വിളിച്ചാൽ മതിയോ. ചേച്ചി പിന്നെ മറന്നു പോകും. അങ്ങനത്തെ മറവി നല്ലതായിട്ടുള്ള ഒരാളാണ്. ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ ഏകദേശം ഒരുപോലെ ആണല്ലേ, സംസാരമാണെങ്കിലും എല്ലാം. എനിക്കിപ്പോ അങ്ങനെ തോന്നുന്നു. ഞാൻ അതാ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, രണ്ടുപേരും ഒരുപോലെ ആണല്ലോ. അത് ഈ പറഞ്ഞ കോട്ടയം എന്നുള്ള ഒരു ഇത് കിടക്കുന്നോണ്ടായിരിക്കും ഞങ്ങൾ സംസാരിക്കുന്ന എല്ലാം ഏതാണ്ട് ഒരുപോലൊക്കെ തന്നെയാണ് വരാറ്. ആണ്. ഇനി അടുത്തത് ലളിതാമ്മ. ലളിതാമ്മയുടെ കൂടെ എൻ്റെ മൂന്നാമത്തെ വർക്കാണ് തട്ടിയും മുട്ടി. ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമ ജൂബിലി എന്ന് പറയുന്ന സിനിമയാണ്. അതിൽ എൻ്റെ അമ്മച്ചി ക്യാരക്ടറായിരുന്നു. അതായത് ലളിതാമ്മയുടെ പേരക്കുട്ടിയായിരുന്നു ഞാൻ. ലളിതാമ്മ ഇന്നസെൻ്റെങ്കിലും ആയിരുന്നു, അപ്പൂപ്പനും അമ്മമ്മ അവരുടെ പേരക്കുട്ടിയായിട്ട് ഉള്ള ക്യാരക്ടറായിരുന്നു. നല്ല ക്യാരക്ടറായിരുന്നു. പക്ഷെ സിനിമ സക്സസ് ആയില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് ഇത്. അന്ന് ഈ പറഞ്ഞ കണക്ക് ഭയം കൊണ്ടുള്ള ഒരു ബഹുമാനം ഉണ്ടല്ലോ, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവരുടെ കൂടെ ആദ്യമായിട്ടൊരു സിനിമ ലൊക്കേഷനിൽ പോകുന്നു, ആദ്യമായിട്ട് ഇങ്ങനെ എല്ലാവരെയും കാണുന്നു, വലിയ വലിയ ആർട്ടിസ്റ്റുകളെ കാണുന്നു. അതിൻ്റെ ഒരു ബഹുമാനം ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു എന്തായാലും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നത് മഴവിൽ മനോരമയിൽ ഇന്ദിര എന്ന് പറയുന്ന സീരിയലായിരുന്നു. അപ്പൊ അതില് ലളിതാമ്മ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറൊന്നും എനിക്ക് ഓർമ്മയില്ല എന്താണ്, പക്ഷെ എനിക്ക് ഒരു കോമ്പിനേഷൻ സീൻ എങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അറിഞ്ഞുകൂടാ കൃത്യമായിട്ട് കഥ പോലും ഞാൻ സത്യം പറഞ്ഞ ഓർമ്മയില്ല. ജസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു എൻ്റെ ക്യാരക്ടറിന് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ഫസ്റ്റ് നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ട്. പിന്നെ വന്നത് തട്ടിമുട്ടി വന്നിട്ട് എനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ എൻ്റെ വീട്ടിലത്തെ അമ്മച്ചിയോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റും. വഴക്ക് പറയും. പുള്ളിക്കാർക്ക് ഇഷ്ടമില്ലാത്ത എന്ത് കണ്ടാലും വഴക്ക് പറയും. അത് നമുക്ക് നമ്മുടേതാണെന്ന് തോന്നുമ്പോൾ ഉള്ളൊരു വഴക്ക് പറച്ചിലുണ്ടല്ലോ, അല്ലാതെ ഇഷ്ടമില്ലാത്തതുകൊണ്ടുള്ള വഴക്ക് പറച്ചിലല്ല. ചിലരുണ്ട്, നമുക്ക് ചില ആൾക്കാരോട് ഇഷ്ടമില്ലെങ്കിൽ അവരെന്ത് പറഞ്ഞാലും ഓടിക്കാനായിട്ടൊക്കെ ഉള്ള ശ്രമം നടത്തും. പക്ഷെ ഇത് ഇഷ്ടം കൊണ്ടുള്ള വഴക്ക് നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ എൻ്റെ വീട്ടിലെ ഒരു അമ്മച്ചീനെ പോലെയാണ് എനിക്ക് തോന്നാറുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു അഭിനയിക്കുമ്പോഴൊക്കെ. അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു എല്ലാവരും, ആ തട്ടിമുട്ടിയും എല്ലാവരും. അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഇപ്പോഴും ഈ പറയുന്ന വിധു എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കോമഡി വഴങ്ങാത്ത ഒരു ഞാൻ, എന്നെ കൊണ്ട് അവരത് ചെയ്യിച്ചെടുക്കണമെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട്. മിസ് ചെയ്യാറുണ്ടോ? എന്റെ ക്യാരക്ടർ മിസ് ചെയ്യാറുണ്ട്. കാരണം എനിക്കത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെയും മിസ് ചെയ്യാറുണ്ട്, എല്ലാവരെയും മിസ് ചെയ്യാറുണ്ട്. എനിക്ക് ആ പഴയ ടീമിനെ എല്ലാം മിസ് ചെയ്യാറുണ്ട് ഭയങ്കരമായിട്ട്. ഇങ്ങനെയാണ്. ഇനിയിപ്പോ അതും ഈ പറഞ്ഞ പോലെ പാർട്ട് 2 ഒക്കെ വരുവാണെങ്കിൽ അതും ചാനൽ തീരുമാനിക്കണം. കാരണം ചാനലിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു തട്ടിമുട്ടിയും. അപ്പൊ ചാനൽ തീരുമാനിക്കണം, മഴവിൽ മനോരമ തന്നെ തീരുമാനിക്കണം വീണ്ടും തട്ടിമുട്ടിയും തുടങ്ങണം. വിളിച്ചാൽ ഞാൻ വരും ഉറപ്പായിട്ടും. ആ ക്യാരക്ടർ ഈ പറഞ്ഞ കണക്ക് ഞാൻ ചെയ്യുള്ളൂ, വേറെ ആരും ചെയ്യാൻ സമ്മതിക്കൂല. ഇത്ര പേരേ ഉള്ളൂ. ഞാൻ ഏകദേശം ശാലുനിയായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരെ ചോദിച്ചിട്ടല്ലേ കാര്യമുള്ളൂ, നമ്മൾ അറിയാത്ത ആൾക്കാരെ ചോദിച്ചിട്ട്. ഇനിയിപ്പോ വരാൻ പോകുന്ന പുതിയ പ്രൊജക്റ്റും കാര്യങ്ങളും എങ്ങനെയൊക്കെ? മഴവിൽ മനോരമയില് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു കൺമണി എന്ന് പറഞ്ഞ ഒരു സീരിയൽ, ഇപ്പൊ അതാണ് ടൈറ്റിൽ ഇട്ടേക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് സൂപ്പർ കൺമണി വരുമോ, ഓക്കെ കൺമണി വരുമോ, അങ്ങനെ വരുമോ എന്ന് എനിക്ക് അറിയില്ല. കുറെ പേരുണ്ടല്ലോ. അല്ല, സൂപ്പർ കൺമണിയാണോ ഓക്കെ കൺമണിയാണോ അതോ കൺമണി കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വാക്കുണ്ടോ അറിയില്ല. കൺമണി ഉണ്ട് എന്തായാലും. അങ്ങനെ ഒരു സീരിയൽ വരുന്നുണ്ട്. ഇനി ഈ ടൈറ്റിൽ തന്നെ മാറുമെന്ന് എനിക്ക് അറിയില്ല. കൺമണി സിനിമയുണ്ട്, രണ്ടും ഉണ്ടല്ലോ. മറ്റേ സൂപ്പർ ശരണ്യാണല്ലേ, അത് തന്നെ. അടുത്തത് അങ്ങനെയായിരിക്കും ട്രെൻഡ് ആവുക. ഓക്കെ കൺമണി ഇപ്പം പാട്ടുകളൊക്കെ ആണല്ലോ. അപ്പൊ കൺമണി എന്നുള്ള ക്യാരക്ടർ ആണോ? അല്ലല്ല, കൺമണി ഹീറോയിൻ ആണ്. അതിനകത്ത് വില്ലത്തി ക്യാരക്ടറാണ്. അവിടെയും വില്ലത്തിയാണ്. എന്നെ കണ്ട എന്തോ എനിക്ക് അറിഞ്ഞൂടാ, ആൾക്കാർ വില്ലത്തിയായിട്ട് കാണണമെന്തോ. വില്ലത്തി ക്യാരക്ടറാണ് അതിനകത്ത്. അപ്പൊ ഇനിയിപ്പോ ഈ സീരിയല് വേറെ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരുടെ കാര്യവും നോക്കണമല്ലോ. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണല്ലോ ജീവിക്കുന്നത്. അപ്പം അവര് ചെറിയ പ്രായമാണ്. അപ്പൊ അവർക്കിപ്പോ എന്നെ ആവശ്യമുള്ള ഒരു സമയമാണ്. 2 മക്കളല്ലേ? 2 പിള്ളേരുണ്ട്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ പോലെ ഓടി നടന്ന്
മാസത്തിൽ ഒരു 40 ദിവസം 45 ദിവസം കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഓടി നടന്ന് അഭിനയിക്കുമായിരുന്നു, എല്ലാ സീരിയലും കൊണ്ട് തലവെച്ച് എല്ലാത്തിനകത്ത് അഭിനയിക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പൊ ബിസിയാണ്. ഇപ്പൊ ചന്ദനമഴ ട്രെൻഡ് ആയപ്പോ ഭയങ്കര ബിസിയാണ്. അതെ, ഞങ്ങളൊക്കെ എയറിലായതുകൊണ്ട് എല്ലാവരും ഞങ്ങൾ ഇന്റർവ്യൂ എയർ ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിക്കാം. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഇനി ചന്ദനമഴ പാർട്ട് 2 വരുവാണെങ്കിൽ വർഷയായിട്ട് തന്നെ എല്ലാവർക്കും കാണാൻ ആഗ്രഹമുണ്ട്. എനിക്കും എന്റെ അമ്മ ഭയങ്കര ഫാനായിരുന്നു കേട്ടോ സീരിയലിന്റെ. എന്നെ സീരിയലൊക്കെ കാണും. അപ്പൊ ആ സമയത്ത് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞു ഇങ്ങനെ വർഷ വരുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞപ്പോ അമ്മ ആണോ എന്നൊക്കെ ചോദിച്ചു. അമ്മയുടെ അന്വേഷണം പറയാം. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്.